ഒരു ദിവസം രാവിലെ ശ്രീധരൻ സ്കൂളിലേക്ക് പുറപ്പെട്ടു നിൽക്കുമ്പോൾ കിട്ടൻ റൈറ്റർ വീട്ടിലേക്ക് വരുന്നത് കണ്ടു. ശ്രീധരൻ്റെ അച്ഛൻ അപ്പോൾ കുളി കഴിഞ്ഞ് കോലായിലേക്ക് വരികയായിരുന്നു. ഇനി മാസ്റ്റർക്ക് കുളിക്കുകയും ജപിക്കുകയും ഒന്നും വേണ്ടി വരില്ല, അവർ കുളിപ്പിച്ച് കയറ്റിത്തരും. കിട്ടൻ റൈറ്റർ മുറ്റത്ത് നിന്ന് പറഞ്ഞു. എന്താ കിട്ടാൻ നീ തമാശ പറയുന്നത്? ആരാണ് നിന്നെ കുളിപ്പിക്കാൻ വരുന്നത്? കൃഷ്ണൻ മാസ്റ്റർ ഇറയിൽ തൂക്കിയിട്ട ഭസ്മപാത്രത്തിലേക്ക് കൈയുയർത്തി ഭസ്മം നുള്ളിയെടുത്തുകൊണ്ട് ചോദിച്ചു. തമാശയും കിമാശയും ഒന്നുമല്ല, മാപ്പിളമാർ കുളിപ്പിച്ച് കയറ്റിത്തരും. കേട്ടില്ലേ, ജകള പൊട്ടിയിരിക്കുന്നു. മാപ്പിള ജകള. കിട്ടൻ റൈറ്റർ കോലായിലെ കസേരയിലിരുന്നു ഗൗരവത്തോടെ പറഞ്ഞു. നേരോ? കൃഷ്ണൻ മാസ്റ്ററുടെ കൈ ഭസ്മപാത്രത്തിൽ തന്നെ. തുടങ്ങിയിട്ട് 3-4 ദിവസമായി പോലീസും പട്ടാളവും അങ്ങോട്ട് കുതിച്ചിട്ടുണ്ട്. കിട്ടൻ റൈറ്റർ ഒക്കത്ത് നിന്ന് പൊടി ഡെപ്പിയെടുത്ത് തുറന്ന് ഉള്ളം കൈയിലേക്ക് കുറച്ച് പൊടി തട്ടിയിട്ട് ഒരു നുള്ളു മൂക്കിലേക്ക് തള്ളി ധൃതിയിലൊരു വലി പാസാക്കി മുഖമൊന്ന് കുടഞ്ഞു. പോലീസും പട്ടാളവും ആകാശത്ത് നോക്കി നിൽക്കുകയായിരിക്കും. പാലം പൊളിച്ചിട്ടിരിക്കുകയാണ്. ജകള. പോലീസും പട്ടാളവും പാലം പൊളിച്ചിട്ടിരിക്കുന്നു. എന്തോ ഗൗരവപ്പെട്ട കാര്യമാണെന്ന് മാത്രമേ ശ്രീധരന് ഗ്രഹിക്കാൻ കഴിഞ്ഞുള്ളൂ. കിട്ടൻ റൈറ്റർ ജകളക്കാരുടെ പരാക്രമങ്ങളെപ്പറ്റി പല കഥകളും പറഞ്ഞു തുടങ്ങി. കാഫ്ര്യങ്ങളെ പിടിച്ച് മതം മാറ്റുന്ന ആദ്യത്തെ ചടങ്ങാണത്രേ കുളിപ്പിച്ച് കയറ്റൽ. പിന്നെ മൂരി ഇറച്ചി തീറ്റും, മുട്ടയടിക്കും, മാർക്കം കഴിക്കും, തൊപ്പിയിടിപ്പിക്കും, വിരോധം പറഞ്ഞാൽ കൊല്ലും. പെട്ടെന്ന് തന്നെ കൊല്ലുകയില്ല, ആളെ ജീവനോട് തോല് പൊളിച്ച് നിർത്തുന്നത് അവരുടെ ഒരു നേരം പോക്കാണത്രേ.